എന്നെ പറ്റിയാണ് ഇത്ര ഞാൻ വേറെ ആരെയും പറ്റി പറഞ്ഞു എന്നെ പറ്റി പറയുന്നത് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ, സുരേഷ് ഗോപിയുടെ സിനിമ, ദിലീപിൻ്റെ സിനിമ. ഈ പ്രസ്ഥാനം തുടങ്ങാൻ കാര്യം തന്നെ മോഹൻലാൽ ഇതിൽ ചെയർമാനായി വന്നതുകൊണ്ട് മാത്രം എന്നെ കൊണ്ട് പറ്റിയ പ്രസ്ഥാനമാണ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് കയറിയത്. അപ്പോൾ സിനിമയും നമ്മുടെ ഓഡിയൻസും വരുന്ന തലമുറയും തമ്മിൽ എപ്പോഴും നല്ലൊരു സിനിമ ബന്ധം ഉണ്ടാവണം. എല്ലാവർക്കും എന്നെ കാര്യമായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരുടെയും സാരഥിയായിരുന്നു. ഒരു ബുള്ളറ്റ് ആവശ്യക്കാരനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇറക്കാൻ ഞാൻ റെഡിയാണ്. ഒരു കാലത്ത് മലയാള തമിഴ് സിനിമകളിൽ രജനീകാന്തിനും കമൽഹാസനുമൊപ്പം നിറഞ്ഞാടിയ മലയാളത്തിൻ്റെ ഹൃദയം. മാറ്റത്തിൻ്റെ പുത്തൻ കാലത്ത് കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിൽ ആയിരക്കണക്കിന് സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഒരു പ്രഖ്യാപനം വന്നു. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: പുത്തൻ കാലത്ത് സിനിമ എന്ന മോഹവുമായി മുന്നോട്ട് നയിക്കുന്ന യുവജനതയ്ക്ക് താങ്ങും തണലുമായി ഞങ്ങളുണ്ടാകും. ആ പ്രസ്താവനയ്ക്ക് പിന്നിൽ ആ മനുഷ്യൻ്റെ പേരാണ് രവീന്ദ്രൻ സാർ. സുസ്വാഗതം സാർ. എന്നെ പറ്റിയാണ് ഇത്ര ഞാൻ വേറെ ആരെയും പറ്റി പറഞ്ഞു എന്നെ പറ്റി പറയുന്നത്. ഇത് ശരിക്കും മോഹൻലാലാണ് ഇതിന്റെ ചെയർമാൻ. തീർച്ചയായിട്ടും മോഹൻലാൽ ചെയർമാനും സാറ് CEO ആണ് അല്ലേ? അതെ. പക്ഷെ മോഹൻലാലിന്റെ ഒരു തണലിലൂടെ ആണ്. കാരണം ഈ പ്രസ്ഥാനം തുടങ്ങാൻ കാര്യം തന്നെ മോഹൻലാൽ ഇതിൽ ചെയർമാനായി വന്നതുകൊണ്ട് മാത്രം എന്നെ കൊണ്ട് പറ്റിയൊരു പ്രസ്ഥാനമാണ്. ഞാൻ ഇത് ആക്ച്വലി ഇതിനൊരു കാരണമുണ്ട്. ഈ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഞാൻ 2005 മുതൽ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നവരാണ്. അത് മൺസൂൺ സിനി ഫെസ്റ്റാണ്. അന്ന് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇതിൻ്റെ അംബാസിഡേഴ്സ് മാത്രമായിരുന്നു. അംബാസിഡേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അമ്മ ചെയ്യും, മാക്ട ചെയ്യും, എല്ലാ ഫെഫ്ക. അന്ന് മാക്ട മാത്രമേ ഉള്ളൂ, ഫെഫ്ക ഇല്ല. അപ്പോൾ മാക്ട ചെയ്യും. അതേപോലെ തന്നെ ഫിലിം ചേംബറൊക്കെ സപ്പോർട്ട് ചെയ്യും. നമ്മളടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആശീർവാദം ഉണ്ടാവും. അവർ വരും നമ്മുടെ പരിപാടിയിൽ. ഫസ്റ്റ് ഡേ വന്നിട്ടുള്ള എൻ്റെ ഫംഗ്ഷനിൽ ഫെസ്റ്റിവലിലേക്ക് ആകുമ്പോഴത്തേക്കും ചേംബറിലെ ആൾക്കാരുണ്ടാവും. മാഗ്ഡയുടെ അന്ന് സിബിയും കമലും ഒക്കെ സ്ഥിരമായിട്ട് എന്നെ ഒരുപാട്, ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വരുന്നതിന് എന്നെ ഒരുപാട് സഹായിച്ചില്ല ആൾക്കാരിൽ സിബി കമലും ഉണ്ടായിരുന്നു. അവർ എപ്പോഴും വരും. TV ചന്ദ്രൻ സപ്പോർട്ടിംഗ് ആയിട്ട്. അമ്മ കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ സാധാരണ ജനറൽ ബോഡിയിൽ ഞാനിങ്ങനെ വന്ന് പറയും, അടുത്ത എൻ്റെ ഫെസ്റ്റിവലുണ്ട്, ജനറൽ ബോഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ ആ ജനറൽ ബോഡി തന്നെ അങ്ങനെ തീരുമാനം എടുക്കും. കമ്മിറ്റി വന്നിട്ടില്ല, എല്ലാവരും എടുക്കും. അങ്ങനെ പിന്നെ പോയി മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ പറയും ഇരുതികളായിരിക്കണം അംബാസിഡർ. ഓക്കെ ശരി. അവരെയൊക്കെ വെച്ച് നമ്മൾ ഈ സാധനങ്ങൾ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ നമ്മൾ ഗംഭീര ഫെസ്റ്റിവൽ തന്നെ. അതിൽ മമ്മൂട്ടി മുൻകൈ എടുത്തോട്ട് ചെയ്ത ഒരു ഫെസ്റ്റിവലാണ് മലയാളം മൂവി മഹാമേള. 2007, 2008 60ഓളം സിനിമകൾ ഞങ്ങൾ ക്യാമ്പസിൽ എത്തിച്ചു. 60ഓളം സിനിമകളും അതിൻ്റെ സിനിമ പ്രവർത്തകരാണ്. എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ, സുരേഷ് ഗോപിയുടെ സിനിമ, ദിലീപിൻ്റെ സിനിമ, ഇന്നസെൻറ്റിൻ്റെ സിനിമ, പിന്നെ ഡയറക്ടേഴ്സ് ലോഹിദാസ്, രഞ്ജിത്ത്, അങ്ങനെ ലാൽ ജോസ്, എല്ലാവരും അവരവരുടെ സിനിമകൾ അവിടെ പ്രദർശനം ചെയ്യുകയും അതിനോട് സംവാദം ചെയ്യും. അപ്പോൾ ഒരു ദിവസം പ്രോഗ്രാമാണ്. അങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു, മലയാളം മൂവി മഹാമേള. അത് 2007 എന്ന് പറഞ്ഞാൽ 60ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു. അങ്ങനെ 60 ക്യാമ്പസുണ്ട്. അതൊരു ഗംഭീര പ്രോഗ്രാമായിരുന്നു. എല്ലാ ക്യാമ്പസുകളിലും പോയി, എല്ലാത്തരം ക്യാമ്പസുകളിൽ പോയി നമ്മൾ പോയായിരുന്നു. TTC അധ്യാപകരെ പഠിപ്പിക്കുന്ന ക്യാമ്പസിൽ, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, സാധാരണ ആർട്സ് കോളേജ്, ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ്, അങ്ങനെ വിവിധ മേഖല, നേഴ്സിംഗ് കോളേജ്, അങ്ങനെ എല്ലാവിധ ക്യാമ്പസുകളിലേക്കും നമ്മൾ കടന്നു ചെന്നായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു അത്. ആക്ച്വലി ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കൊടുത്തനല്ലേ. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് കയറിയത്. അപ്പോൾ സിനിമയും നമ്മുടെ ഓഡിയൻസും വരുന്ന തലമുറയും തമ്മിൽ എപ്പോഴും നല്ലൊരു സിനിമ ബന്ധം ഉണ്ടാവണം. ഫിലിം സ്റ്റഡീസിൻ്റെ ഒരു ഭാഗമായി അത് ചർച്ച ചെയ്യാൻ പറ്റണം. അന്ന് ഇപ്പോൾ 2007 ഇതേപോലെ യൂട്യൂബൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാഗസീനിൽ നിന്ന് അവരെഴുതപ്പെടുന്ന ഒരു കാര്യം മാത്രമല്ല അറിയുന്നത്. പക്ഷേ സിനിമയുടെ ആൾക്കാരുടെ ഒരു സംവാദം വന്ന ക്യാമ്പസുകളിൽ നമുക്ക് വെക്കാൻ പറ്റുക. അതാണ് ആദ്യം നമ്മൾ ആ സിനിമയെ കാണുക. എല്ലാവരും സ്റ്റുഡൻസ്
അതിനുശേഷം അതിലുള്ള അണിയറ പ്രവർത്തകരുമായിട്ട് ഇത് സംവാദിക്കുക. അപ്പോൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. അത് നേരത്തെ സിനിമകളാണ്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റം അന്നുണ്ടാക്കി. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഉള്ളം എന്ന് പറഞ്ഞൊരു സിനിമ, ഞാൻ സുരേഷ് ഗോപിയുടെ വാക്ക് ഇന്നും ഓർക്കുന്നുണ്ട്. എനിക്ക് ഉള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃപ്പൂണിത്തുറക്കാരനായ സുകുമാരൻ ഡയറക്റ്റ് ചെയ്തതാണ്. അതൊരു ആർട്ട് ഹൗസ് സിനിമയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഷാജി കൈലാസിൻ്റെ ഷൂട്ടിങ്ങാണ് ഇവിടെ കുട്ടിക്കാനത്ത് നടക്കുകയാണ്. മറിയം കോളേജിലാണ് ഞങ്ങളിത് കാണിക്കുന്നത്. അപ്പോൾ അന്ന് സുരേഷ് ഗോപി ഒരു നേരത്ത് ഉച്ചയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ അവർക്ക് ഷൂട്ടിങ്ങിന് അത് വരുത്താതെ രാവിലെ സിനിമ സ്ക്രീൻ ചെയ്തു. ഉച്ചയ്ക്കുള്ള ഗ്യാപ്പിൽ 1 മണിക്കൂർ കൂടി എടുത്തിട്ട് ആ സമയത്താണ് ഇദ്ദേഹം സിനിമ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വരുന്നു. ഇദ്ദേഹം വന്ന സംഭവം പുള്ളി അപ്പോൾ നോക്കാൻ നേരത്തെ പറഞ്ഞാൽ ഒരു 10,000 ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ആ സിനിമ ആദ്യമായിട്ട് കണ്ട്, കാരണം അതൊരു ആർട്ട് ഹൗസ് സിനിമ. അങ്ങനെ അത് അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു, അത് ഈ പടം ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇല്ലയോ, ഇവർ ഈ സമയത്താണോ വന്നതാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുള്ളി പറഞ്ഞത്, അന്നേരമാണ് അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇത്രയും ആൾക്കാർ ശ്രദ്ധയോടെ ഈ പടം കണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നായിരുന്നു എൻ്റെ വിഷമം അന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പല സിനിമകളും വന്ന് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പല സിനിമകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ എത്താനായിട്ട് പറ്റാതെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല ടൈപ്പ് ഫെസ്റ്റിവൽ, ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലെ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് കോളേജിലെ പിള്ളേരെ കൊണ്ട് നമ്മൾ അത് MABB വന്ന സമയത്താണ്, എനിക്ക് 2007 തന്നെ പുള്ളി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയം. യെസ്, ഞങ്ങളിവിടെ വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അന്ന് നമ്മുടെ UGCയുടെ പ്രോഗ്രാമിൻ്റെ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ക്യാമറ, ആ റൂമിനെ നമ്മൾ തിരഞ്ഞെടുത്ത്. അതൊരു ഹൈടെക്, അങ്ങനെ ഒരു 35ഓളം കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആ കോളേജിൽ വെച്ചിട്ട് അത് അവിടുത്തെ പ്രിൻസിപ്പൾ ഇറങ്ങുന്നതിന് എന്തെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൾ. ഞാൻ പറഞ്ഞു ചെയ്യാം, നമുക്ക് ഒരു വളരെ കുറഞ്ഞ ബഡ്ജറ്റ്, ഞങ്ങൾക്ക് 10,000 രൂപയുടെ ഒരു ബഡ്ജറ്റേ ഉള്ളൂ. ബാക്കിയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാം. ഈ സ്മാർട്ട് ക്ലാസ്സിനെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അപ്പോൾ അന്ന് പല ഡയറക്ടേഴ്സിനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന്, എഡിറ്റേഴ്സ്, ടെക്നീഷ്യൻസിനെ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കുക. അതിനുശേഷം അവരെ കൊണ്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക. അത് മാത്രം നമ്മൾ പുറത്തുനിന്ന് ക്യാമറ വാടകയ്ക്ക്, ഇവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. ചെറിയൊരു ഹാൻഡിക്യാം ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ സ്മാർട്ട് ക്ലാസ്സിനെ നമ്മൾ ഉപയോഗിക്കുകയും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. കാലികം എന്നാണ് ആ പടത്തിൻ്റെ പേര്. കാലികം. ആ സിനിമയെ നമ്മൾ അന്നത്തെ IFFIയിൽ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഗോവയിൽ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട്, അത് MS സത്യ, അതിൻ്റെ തലേ വർഷത്തെ നാഷണൽ ജൂറി ചെയർമാനായ MS സത്യ അത് പ്രസൻറ്റ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് നമ്മൾ ആ IFFIയുടെ ക്യാമ്പസിനോട് ചെയ്തു. IFFIയുടെ എല്ലാ വാർത്ത എല്ലാം അവർക്കൊരു ഡെയിലി പത്രം, അതിൽ തന്നെ അന്ന് ക്യാമ്പസ് ഹിറ്റ് IFFI എന്ന് പറഞ്ഞാണ് അത് വന്നത് ന്യൂസ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ സംവിധായകരും അത് കാണാനായി നാഷണൽ ചാനലെല്ലാം വന്ന് അത് കവർ ചെയ്യുകയും ചെയ്തത്. ഞാൻ ആ സമയത്ത് എല്ലാ ഫെസ്റ്റിവലും ഈ ഗോവയിൽ പോകുമ്പോൾ മലയാള സൗത്തുകാരുടെ പ്രശ്നങ്ങളെ വന്നിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ വന്നിട്ടുള്ള ഒരു കൂട്ടായ്മ ആ ഫെസ്റ്റിവൽ പുറത്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ടും അവിടെ വരുന്ന ഈ ശബരിമലയ്ക്ക് പോകുന്ന ഗുരുസ്വാമി പോലെയാണ് ഞാൻ. ആദ്യത്തെ ഫെസ്റ്റിവൽ പോകുന്നത് 78-ലാണ് ഞാൻ പഠിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് പോകാൻ പറ്റാറില്ല. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഞാനിപ്പോൾ ഫിലിം ഫെസ്റ്റിവലില്ല. അതിന് കാരണം ഞാൻ ഇപ്പം മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഈ സമയം ഡിസംബർ, നവംബർ ഈ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ഓടിയിടുന്ന ഫെസ്റ്റിവൽ ചെയ്യുന്നത്. മനസ്സിലായോ? കാരണം ഇതാണ് നല്ല ക്ലൈമറ്റിൻ്റെ സമയം, പാകപ്പെട്ട സമയം. അവിടെ ചൂട് കുറവാണ്. അപ്പോൾ ഞാൻ അതിനെ വിട്ടിട്ട് ഇവിടെ വരേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫെസ്റ്റിവൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കാണുക എന്നുള്ള പുട്ടിൻ്റെ ഇടയിൽ പീരോ പോലെ ഇങ്ങനെ ചുമ്മാ ഒന്ന് തല കാണിച്ച് 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം എന്നൊക്കെ പറഞ്ഞ് പോകാൻ ചില ഫെസ്റ്റിവലേ മിസ്സാവും. അതിന് മുമ്പ് ഞാൻ ഇന്ത്യയിലും പുറത്തുമുള്ള ഞാൻ വരെ ഞാൻ പോയിട്ടുണ്ട്. ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇനി ഭയങ്കര ഇതാണ്. കാരണം സിനിമ അന്ന് പുതിയ സിനിമകൾ വന്ന് കാണാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരുന്ന ഫിലിം ഫെസ്റ്റിവലായിരുന്നു. ആ ഫെസ്റ്റിവലിൽ അത് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സിനിമ കാണുകയും ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അന്ന് ഇത്രത്തെ അധികം വന്ന് നമ്മുടെ ഈ ഫെസ്റ്റിവലിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം വ്യത്യസ്ത സംവിധായകരുടെ സിനിമകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അന്ന് ഈ എല്ലാവരും ഉണ്ട്. അന്ന് ശരിക്കും അരവിന്ദ സാറൊക്കെ മരിക്കുന്നതിന് മുമ്പ്
ഭരതേട്ടൻ, അങ്ങനെ ടി വി ചന്ദ്രൻ, ഈ ഒരു ഗാങ് സ്ഥിരമായിട്ട് ഫെസ്റ്റിവലിൽ ഉണ്ടാവുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് കൽക്കട്ട ഫെസ്റ്റിവലിലൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുമ്പോഴേ തൊട്ട് തന്നെ എനിക്ക് ഇവരെല്ലാം അറിയാം. ഞാൻ പെരുന്തച്ചൻ ഡയറക്റ്റ് ചെയ്ത അജയൻ, തോപ്പിൽ ഭാഷയുടെ മകൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്, എൻ്റെ സീനിയറാണ് തൊപ്പിൽ വാസി. അപ്പോൾ അജയൻ്റെ കൂടെ ഞാൻ ഭരതേട്ടനെയും പപ്പേട്ടനെയും ഒക്കെ എനിക്ക് അവിടെ പരിചയം. പക്ഷെ ഞാൻ തമിഴിൽ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രി പോയത്. ഞാൻ പെട്ടെന്ന് സ്റ്റാറായി പോയി. തമിഴിലെ മെയിൻ ഇൻഡസ്ട്രിയിലാണ്, ഇത് ആർട്ട് ഹൗസ് സിനിമകളാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് മിസ്സാവേണ്ടി വന്നു. പക്ഷെ പപ്പേട്ടനെ പല സബ്ജക്റ്റ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് അപ്പോൾ അങ്ങനെ നമുക്കൊരു കൂട്ടായിട്ട് അവരുമായിട്ട് കേൾക്കുകയും അവരുടെ വർത്തമാനം കേൾക്കുകയും. ഞാൻ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും അതെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ഇൻ്റലക്ച്വലൊന്നും ആയിരുന്നില്ല. അല്ല, അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളും ഞാൻ വായിക്കുന്ന അങ്ങനെയാണ്. അമ്പിളിയമ്മാവനും പൂമ്പാറ്റയും പിന്നെ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും കഥകളൊക്കെ ഇവിടെ ലൈബ്രറിയിൽ മെയിൻ ഞാൻ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത്. മോഹൻഡി കങ്ങയുടെ വിവർത്തനമുള്ള DP ഖത്രിയുടെ വന്നിട്ടുള്ള വെളുത്ത എഴുത്താൻ, ചുമന്ന കൈപ്പത്തി, ഇത്തരത്തിലുള്ള വൃത്തീകരണമൊക്കെ പറയുന്ന സിനിമകളും പിന്നെ നീലകണ്ഠം പരമാര എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ഡിറ്റക്റ്റീവ് നോവലുണ്ട്. ടേട്ടേ 2 വെടികൾ പൊട്ടിയതൊക്കെ അടുത്ത രാത്രി അത് ഞാൻ കോട്ടയം പുഷ്പരാതൊക്കെ വന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ത്രില്ലിൽ വായിച്ചിട്ടിരിക്കണം. അല്ലാതെ ഞാൻ ഭയങ്കര സാഹിത്യങ്ങളല്ല. പക്ഷേ ഞാൻ സാഹിത്യത്തിനോട് കാണാൻ എനിക്ക് അങ്ങനെ കലാകൗമുദിയുടെ ഒരു ബുക്കുണ്ടായിരുന്നു, അത് നോവലൈറ്റൊക്കെ ആയിട്ട് തന്നെ. അതായിരുന്നു പിന്നീട് അതിലൊക്കെ വായിക്കുകയും പിന്നെ ഒരു മലയാളത്തിൻ്റെ ശരിക്കും വിവർത്തനം കിട്ടുകയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാലും ഞാൻ ഭയങ്കര തികഞ്ഞ MGR ഫാനായിരുന്നു. MGR ഫാനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ കാരണം അത് തന്നെ. എൻ്റെ ഈ ഫെസ്റ്റിവൽ ഈ കാരണത്തിനകത്തൊരു ഭയങ്കര അടിത്തറയുണ്ട്, ഇൻസ്പയറിങ് അതാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ശത്രുഘ്നൻ സിൻഹ, ജയബാദുരി, അങ്ങനെ അനിൽ ധവാൻ, ഡാനി ഡെൻസോപ്പ, ഇവരൊക്കെ വന്നിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പെട്ടെന്നൊരു ചരിത്രം സൃഷ്ടിച്ചവർ. അപ്പോഴാണ് നമ്മൾ വന്ന് സിനിമയിൽ അതേപോലെ അടൂർ ഭാഷൻ്റെ ഇവിടെ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ്. അപ്പം നമ്മൾ കോളേജിലേക്ക് കയറിയ സമയത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം മാറുകയാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു തലമുണ്ട് അല്ലേ, ഓക്കെ. അങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്ന് പല പ്രാവശ്യം ഇത് കയറാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളാണ് വീട്ടിൽ. അതിന് ഞാൻ പൂനെയിൽ വേറെ ഡിഗ്രി പഠിക്കാനും പിന്നെ റേഡിയോ ഓഫീസേഴ്സ് കോഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ പൂനെക്ക് പോകാറ്. അപ്പോൾ അവിടുത്തെ ആക്ടിങ് കോഴ്സ് നിർത്തിയ സമയമായതുകൊണ്ട് ഞാൻ അടയാറിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ മേടിച്ച ഇവിടെ വന്ന് പറഞ്ഞാൽ എൻ്റെ വാടിയ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരെ അവിടെ ജോയിൻ ചെയ്യാം. അപ്പോഴും ഞാൻ ശരിക്കും തികഞ്ഞ എന്നെ കണ്ടിരിക്കുന്നത് ആക്ഷൻ പടങ്ങൾ കാണുക, ഇടി നോക്കിയുള്ള പടങ്ങൾ കാണുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇവരുടെയൊക്കെ ശത്രുഘ്നൻ സിൻഹയുടെയൊക്കെ ആക്ടിങ്ങും മറ്റേ ഇതെല്ലാം ജയബാദ്രിയുടെയൊക്കെ വന്നിട്ട് ഭയങ്കര സമയം ഗുഡി എന്നൊക്കെ പറഞ്ഞ പടം ഭയങ്കര ഹിറ്റായി, എല്ലാവരും വാവർ നോക്കുന്നു ആ സമയത്ത് വന്ന്. പിന്നെ രാജേഷ് ഖന്നയുടെ സ്റ്റൈല് അതൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം. നമ്മളെങ്ങനെ ഓക്കെ സിനിമയിൽ ഇങ്ങനെ പുതിയ ആൾക്കാർ വന്ന് ഭയങ്കര സംഭവമാണ്. നമ്മളപ്പോൾ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു, കാര്യം നോക്കുന്നു. നമ്മൾ ആക്ടർ ആവണമെങ്കിൽ അപ്പം പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ ഭയങ്കര ഗുണമാണ്. വി വിൽ ഗെറ്റ് ട്രെയിൻഡ്. നമ്മുടെ ഈ പറയുന്ന പോസ് കാര്യങ്ങൾ ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ മാറുകയാണ്. ഞാൻ ആദ്യം കണ്ട സിനിമ കുറോസോവയുടെ റോഷ്മാൻ ഗേറ്റ്. അത് ഒട്ടും ആർക്കും മനസ്സിലാവാത്തവരാണ്. കാരണം അതിനകത്ത് ഒരു ആംബിഗ്വിറ്റിയാണ് അതിൻ്റെ എൻ്റെ ഒരു. അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ ബഹ്മാൻ അങ്ങനെ പല പല മാസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് എല്ലാ സിനിമകളും കാണുകയും ചർച്ച ചെയ്യപ്പെടണം. ഒരാഴ്ചയിൽ ഒരു പരിപാടി അതാ ആർക്കുന്നത്. അവിടെയാണ് നമ്മൾ ടോട്ടൽ മാറുകയാണ്. ഓ ഇങ്ങനെയും സിനിമയുണ്ട്, സിനിമയുടെ. അപ്പം ഞാൻ എൻ്റെ സീനിയർ സ്റ്റുഡൻസുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നു, അവരുമായിട്ട് ഇരിക്കുന്നു, ഞാൻ അവരോട് ചോദിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഇവർ പറയുന്ന ആദ്യം എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ അജയനെ പരിചയപ്പെടുന്നു. അപ്പോൾ വളരെ ഗുണം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ കാര്യമായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരുടെയും സാരഥിയായിരുന്നു. എൻ്റെ ഒരു ബുള്ളറ്റ് ആവശ്യക്കാരനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇറക്കാൻ ഞാൻ റെഡിയാണ്. അതായത് നമുക്ക് പരിചയപ്പെടാൻ നമ്മളൊരു വഴി ഉണ്ടാക്കണം. അപ്പം നമ്മളൊരു ബൈക്ക് ഉണ്ടായതുകൊണ്ട് എവിടെ പിന്നെ ഞാൻ റെഡിയാണ്, അവിടെ കൊണ്ട് വിടാം. അപ്പം നമ്മൾ അവരുമായിട്ട് സൗഹൃദമായി. നമുക്ക് വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഒരു നെറ്റ്വർക്കിംഗ് ആയിരുന്നു ഞാൻ എപ്പോഴും നോക്കിയത്. കാരണം എനിക്ക് ഈ ഫീൽഡിൽ യാതൊരു പരിചയം അവിടുത്തെ തമിഴ്നാടല്ലേ. അത് എനിക്ക് അപ്പോഴാണ് ജോൺ അബ്രഹാമിനെ കാണുന്നത്, ഭരതേട്ടനായിട്ടുള്ള പരിചയം ഉണ്ടാകുന്നത്, പപ്പേട്ടനായിട്ട് അരവിന്ദ് സാറൊക്കെ ആയിട്ടുള്ള പരിചയം വരുന്നത്. അങ്ങനെ അപ്പോൾ ചിലപ്പോഴേക്ക് ഇവരുടെ സാരഥിയായിട്ട് ഞാൻ അവിടെ കൊണ്ട് ഇറക്കൽ, ഇവിടെ കൊണ്ട് ഇറക്കൽ, അവിടെ ഓക്കെ റെഡി.
നമ്മൾ റെഡിയാണ്. അത് അടിപൊളി പിള്ളേരായിരുന്നു. അങ്ങനെ അതെനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. എനിക്ക് എല്ലാവരുമായിട്ട് വർത്താനം. പക്ഷെ ഞാൻ സിനിമയിലേക്ക് വേറെ തരം സിനിമകൾ അവിടെ വെച്ച് നമുക്ക് കേൾക്കാൻ തുടങ്ങണം. ഖാലി ജിബ്രാൻ, ജോൺ ബോൾ സാറ്റ്, വേറൊരു അതാരാണ് അങ്ങനെയുള്ള പേര് നമ്മൾ കേൾക്കുന്ന ജിബ്രാൻ, ആൽബർട്ട് കാമു എന്നൊക്കെ പറയുന്ന പേര് കേൾക്കുകയാണ്. പിന്നെയാണ് ഞാൻ ഇവരെ കുറിച്ചിട്ട് കുഴപ്പമില്ല ഇവരോടൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഈ പുസ്തകം എല്ലാം ഉണ്ട് എല്ലാവരുടെ, അങ്ങനെ അവൻ്റെ റൂമിൽ പോയിരിക്കുകയും ഇതെല്ലാം വായിച്ചു തീർക്കുകയാണ്. നമ്മൾ പിന്നെ മനസ്സിലാക്കുക പിന്നെ സിനിമയെക്കുറിച്ചുള്ള പഠനമൊക്കെ തുടങ്ങുകയാണ് ശരിക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ മാറിപ്പോകും. അപ്പോൾ ഒരു ഈ ഇൻ്റലക്ച്വൽ സർക്കിളിൽ നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾ അതുമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും പഠിക്കാൻ പറ്റുകയും നമുക്കൊരു ഒരു ഒരു അപ്ഡേറ്റിനെക്കാളും നമ്മൾ പഠിക്കാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ വേണം. അപ്പോൾ അതിനെ ഞാൻ വളർത്തിയെടുത്തു. അത് എന്നെ ഷെയ്പ്പ് ചെയ്യായിരുന്നു. ഞാൻ മനസ്സിലാക്കിയില്ല അത് എന്നിലേക്ക് വന്ന് മറ്റൊരു സിനിമയിലേക്കും ഒരു ഫിലിം ഫെസ്റ്റിവൽസിലേക്കും വ്യത്യസ്തമായ സിനിമകളിലേക്കും ഞാൻ അതാണ് ഇവിടെ നമുക്ക് എപ്പോഴും ഞാനിവിടെ പറയുന്നത്. നമുക്കൊരു മീഡിയ എഡ്യൂക്കേഷൻ, ഒരു ഫിലിം എഡ്യൂക്കേഷൻ, ഒരു ഫിലിം ലിറ്ററസി പ്രോഗ്രാം ഇന്ന് നമുക്ക് കറക്റ്റായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഞാൻ പറയാം മാസ്റ്റേഴ്സ് ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ ലൈക്ക് പണ്ട് തൊട്ട് ഞാനിപ്പോൾ ആബേൽ ഗാൻസ് കേട്ടിട്ടുണ്ടോ? ഫ്രഞ്ച് സിനിമയിലെ ഏറ്റവും വലിയൊരു നെപ്പോളിയൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സിനിമകൾ. ഓക്കെ, ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ DW ഗ്രിഫിത്ത് കേട്ടിട്ടുണ്ടോ? അതാണ് പ്രശ്നം. ദ ഫാദർ ഓഫ് സിനിമ എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. കാരണം അമേരിക്കൻ സിനിമയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ്. അന്നേ പുള്ളി ആന്തോളജി ചെയ്ത ആളാണ്. 4 കഥകളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ സൈലൻറ്റ് പീരീഡിൽ വളരെ അദ്ദേഹത്തിൻ്റെ അകത്ത് വന്ന് അങ്ങനത്തെ ലൈക്ക് ക്ലോസപ്പ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അങ്ങനെ സിനിമയിലെ പല ലാംഗ്വേജുകളും ഷെയ്പ്പ് ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. സിനിമ ആദ്യം എന്തായിരുന്നു? ചുമ്മാ ഒരു തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി തന്നെ സൺബാത്ത് അവരുടെ ഇൻഡസ്ട്രി മറ്റേ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വന്ന കുറേ പേര്, അതാണ് ഒരു സിനിമ. അടുത്തത് ഒരു ട്രെയിൻ വന്നിട്ട് സ്റ്റേഷനിൽ നിൽക്കുന്നത്, അതാണ് ഒരു സിനിമ. ഈ ട്രെയിൻ വന്ന സിനിമ കണ്ടപ്പോൾ ഇവന്മാരൊക്കെ ഇറങ്ങി ഓടി, പേടിയോ മുമ്പിലേക്ക് ട്രെയിൻ വരിക. പിന്നെ നോക്കിയപ്പോഴാണ് അല്ല ട്രെയിൻ സ്ക്രീനിലേ ഉള്ളൂ എന്നാണ്. അങ്ങനെ സ്ക്രീൻ പെട്ടെന്ന് ആൾക്കാർ ബാക്കിലേക്ക് സ്ക്രീനിൻ്റെ പുറകിലേക്ക് പോയി നോക്കുക, ഇത് ആരൊക്കെ ബാക്കിൽ നിന്ന് ചെയ്യണമാണോ എന്നൊക്കെ. അത് ടോട്ടലി വന്നൊരു കൺഫ്യൂഷനും അത്ഭുതമായിരുന്നു സിനിമ വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ലൈക്ക് പോർട്ടൽ എഡിറ്റ് ചെയ്തിട്ട് എഡിസൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമ ഇട്ടത് അമേരിക്കൻ ഫയർമാൻ എന്ന് പറഞ്ഞ സിനിമ. അതാണ് ഇതിനൊക്കെ കാരണം. ഞാനിന്ന് പറഞ്ഞ സിനിമ ബേസിക് നമുക്കൊരു സിനിമ സ്റ്റഡീസ് വളരെ ആവശ്യമാണ്. പുള്ളിയുടെ അമേരിക്കൻ ഫയർമാൻ ഭയങ്കര രസമാണ്. കാരണം അത് ഫയർമാനെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. പുള്ളി ഇപ്പുറത്ത് പോയിട്ട് തനിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ഒരു അമ്മയും കുട്ടിയും ഒരു മറ്റൊരു തീ പിടിച്ച കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഈ ഫയർമാൻ വന്നിട്ട് ആൾക്കാർ രക്ഷപ്പെടുന്നു. ഇത്ര എടുത്തു. ഈ സംഭവത്തിനെ പുള്ളി എന്ത് ചെയ്ത് ഫയർമാൻ്റെ ചരിത്രം ചുമ്മാ ഷൂട്ട് ചെയ്യുക. അന്ന് ഈ ഡോക്യുമെൻ്ററികൾ എടുക്കുന്ന ഒരു പരിപാടിയാണ്, വേറെ ഒന്നുമില്ല, സൈലൻറ്റിൽ എല്ലാം പോയി കവർ ചെയ്യുക. അപ്പം അങ്ങനെ 2 ടൈപ്പ്. ഒന്ന് വന്നിട്ട് നമ്മുടെ ഡ്രീമിന് എടുക്കുന്ന ഒരു സാധനം, 2 ആക്ച്വൽ സംഭവങ്ങൾ ഡോക്യുമെൻ്ററി പോലെ എടുക്കുന്ന റിയാലിറ്റിയെ പോയി ചുമ്മാ ഷൂട്ട് ചെയ്യുക. അതിനെ നമ്മൾ ചലിക്കുന്ന ചിത്രത്തെ കാണുക. അതായിരുന്നു അന്നത്തെ. അപ്പോൾ അതിൽ ഈ അമേരിക്കൻ ഫയർമാൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. ഇതിനെയും കൂടി പുള്ളി യോജിപ്പിച്ചു കട്ട് പോലെ. ഈ ഒരു 4 മിനിറ്റ് സിനിമ നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്. ഇത് അന്ന് കണ്ടപ്പോൾ ജനാന്ന് ഞെട്ടിപ്പോയി. കാരണം അവർ ഭയങ്കര ഉദ്യോഗം അവരിൽ ഉണ്ടാവുക. അവിടെ നിന്ന് വന്ന് പെട്ടെന്ന് ബെല്ലടിക്കുന്നു, ഇവർ റൗണ്ടിലിങ്ങനെ ചാടി ഇറങ്ങുന്നു, ഫയർമാൻമാർ വരുന്നു, അമ്മയും കുട്ടിയും വന്ന് അയ്യോ 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 എന്ന് പറഞ്ഞാൽ അവരവിടെ ഒച്ചയെടുക്കുന്നു. ഇവർ ഫയർ ചുറ്റിലും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫയർ പോകുന്നു, ഇവരവിടെ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുന്നു. ഇവിടെ നിന്ന് വന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഫയർ പിടിക്കുന്നു. അപ്പോൾ ഇടയിൽ നിന്ന് ഒരു ഫയർ ഇവർ താഴത്തേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ദേ വരുന്നു, വണ്ടി വരുന്നു, അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത വണ്ടി ഇങ്ങനെ വന്നു. ഇതെന്താ പെട്ടെന്ന് എത്താത്തതെന്ന് ജനങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇവർ പോയി വണ്ടി തള്ളിക്കൊണ്ടുപോയാലോ വിചാരിക്കുന്നത്. ഭയങ്കര ഉദ്യോഗം. സിനിമ അവിടെ നിന്ന് ടേക്ക് ഓഫ്. ദ പവർ ഓഫ് സിനിമ വാസ് ആക്ച്വലി എസ്റ്റാബ്ലിഷ്ഡ്. ഭയങ്കരമായിട്ട്. അതിനുശേഷം അദ്ദേഹം എടുത്തൊരു സിനിമയുണ്ട്. അത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ സിനിമ അങ്ങനെ വന്നൊരു സിനിമയുടെ ഉള്ളിലേക്കാണ് നമ്മൾ ആകർഷിക്കപ്പെട്ട് ഞാനെ പോലെ ഒരു സിനിമ. ഞാൻ പറയും സിനിമയുടെ ഒരു യാത്ര ഭയങ്കരമാണ്. ട്രാവൽ അല്ലേ? സിനിമ ഈ ഇപ്പോൾ എത്തിയിരിക്കുന്ന ലെവലിലേക്ക് എത്താനായിട്ട് പല രീതിയിലൊക്കെ കയറിപ്പോയത്. അപ്പം
ഈ ഈ ഒരു സംഭവം ഇതിനെ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ നാൾവഴികളെ മനസ്സിലാക്കുക, അതിൽ മാറിയ മാറ്റങ്ങളെ മനസ്സിലാക്കുക, വ്യത്യസ്തമായ സിനിമകളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, ഇതൊരു ആവശ്യമാണ്. ആ ഒരു മീഡിയ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. ഇപ്പം നമ്മളെന്ത് ചെയ്തു, ഈ യൂട്യൂബ് വന്നപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഇതുണ്ടാക്കാനുള്ള കാരണം ഫെസ്റ്റിവലുകൾ ചെയ്തിരുന്ന ഞാൻ അന്നേരം കൊച്ചി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ചെയ്തായിരുന്നു, മക്ബൽ ബഫിനെ കൊണ്ടുവന്നു. അത് ഒറ്റ വർഷം നടന്നുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി. 2 ഫെസ്റ്റിവൽ വേണ്ടാന്ന് തീരുമാനിച്ചില്ലാതെ. അത് ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഫിലിം ലിറ്ററസി ഇൻചാർജ് ആയിരുന്നു. ഞാൻ ഒരുപാട് വർക്ക്ഷോപ്പുകൾ ചെയ്തിട്ടായിരുന്നു. അങ്ങനെ 2013 കഴിഞ്ഞപ്പോഴാണ് ഈ ഉടുക്കിക്കൊണ്ട് ഹിറ്റായി. അപ്പോൾ ഞാൻ ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം മേക്കേഴ്സിൻ്റെ അന്ന് ഷോർട്ട് ഫിലിം ഉണ്ട്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ 1 മില്യൺ പോയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ബേസിലൊക്കെ അന്നത്തെ ഷോർട്ട് ഫിലിം മേക്കറിൽ ഒരാളാണ്. നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ മീറ്റിംഗ് കൂടിയേ ബേസിലൊക്കെ അതിങ്ങനെ വരും. തുണ്ട് പടന്നൊക്കെ പോലെ ഒരുപാട് ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെ ഈ സിനിമയുടെ ഫെസ്റ്റിവൽ ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്യാണ്. അങ്ങനെ അപ്പോൾ നടക്കുമ്പോഴാണ് എങ്ങനെ ഇത് ചെയ്യുക, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്കറിയാം. ചാടിയൊരു വലിയ ഫെസ്റ്റിവൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഇവർക്കില്ല. അതാണ് ബേസിക് ആവശ്യം ഈ ഷോർട്ട് ഫിലിം മേക്കേഴ്സിന്. അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ ലാലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം കാര്യങ്ങളോ ഫെസ്റ്റിവലോ ഒക്കെ ചെയ്താൽ എന്താ എന്ന് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കറക്റ്റ് ടൈം. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ സല്ലിനോടൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ഡേറ്റ് നടത്തിക്കോളാം, നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ചെയർമാനായിട്ട് നിൽക്കണം. ചെയർമാൻ അങ്ങനെ പണ്ട് അതിൻ്റെ എൻ്റെ ഫെസ്റ്റിവലിലൊക്കെ ഒരു അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ളായിരുന്നേക്കാളും കുറച്ചും കൂടി കൂടിയ ഉത്തരവാദിത്തം ചെയർമാൻ സ്ഥാനത്തിന് പോയി ഈ ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യാണ്. ആ ഫെസ്റ്റിവലിൻ്റെ 10ാമത്തെ വർഷമാണിത്. 2014 10 ഇയർ തീരാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ വലിയ നമ്മുടെ അന്ന് ഡ്രോണിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ബാനർ ഡ്രോപ്പൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അതേമാതിരി ഫിലിം ഫെസ്റ്റിവൽ സാധാരണ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കണ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന പോലെ അല്ല. ഈ ഹാളിൽ ചെറിയ ഈ ഷോർട്ട് ഫിലിമാണ് ഒരു ഏറ്റവും വലിയ വീഡിയോ വാൾ വെച്ച് അന്ന് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ മാളിൻ്റെ നടുക്ക്. അപ്പോൾ പകലും കാണാനോ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്ന പോലെ വലിയ വീഡിയോ വാൾ ഉണ്ടാക്കി നമ്മൾ. ഒരു 14 അടിയുടെ ഒക്കെ വരുന്ന 16 അടി വീതിയൊക്കെ ഉള്ളതെന്നാണ്. വലിയ വാളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മാളിൻ്റെ ഏത് സ്ഥലത്തും നമുക്ക് ഫുൾ പിക്ചർ കാണാം. അങ്ങനത്തെ വലിയ സ്ക്രീനിൻ്റെ ഇതിൻ്റെ 2 ഇരട്ടി വരുന്ന വരുന്ന ഈ നമ്മുടെ ശരിയായ വാളിനേക്കാളും ഇതിപ്പോൾ ഒരു 10 അടി ഉണ്ടെങ്കിൽ അതേപോലത്തെ കുറച്ചുകൂടി വീതിയുള്ള 12 അടിയുടെയൊക്കെ ഉള്ള വെച്ചിട്ടുള്ള വീതിയുള്ള വലിയ സ്ക്രീനാണ്. ആ കംപ്ലീറ്റ് ആയിട്ട് വലിയ അതിൻ്റെ എട്രീം സൈഡിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ നിലയിൽ നിന്നും എവിടെ നിന്നൊക്കെ റൗണ്ടിൽ നിന്ന് കാണാം സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷൻ അത് വാച്ച് എ ഫിലിം വൈൽ യു ഷോപ്പ്. ഷോർട്ട് ഫിലിം ചിലപ്പോൾ 3 മിനിറ്റിൻ്റെയും 5 മിനിറ്റിൻ്റെ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇവരിങ്ങനെ സാധനം മേടിച്ചിട്ട് വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് കൊള്ളാം. അപ്പോൾ ആ ക്യാപ്ചർ ചെയ്യാണ് നമ്മൾ. അതിനെന്ന് പറഞ്ഞാൽ വി ആർ സ്റ്റീലിങ് ദർ ടൈം. നീ ഇതിനു വേണ്ടി തന്നെ വന്നെന്നല്ല, ചിലപ്പോൾ വന്നൊരു ഷോർട്ട് ഫിലിമിന് കാണാൻ വന്നില്ലെങ്കിൽ ഇത് നമ്മൾ ടോട്ടൽ ഇത് എത്തിക്കുക എന്നുള്ളത് മാത്രം. അതിനുള്ളൊരു ബുദ്ധിയാണ് നമ്മളത് ചെയ്തത്. അന്ന് നമ്മളെല്ലാവരുടെയും വന്നൊരു 100-300ഓളം തിയേറ്ററിൻ്റെ നമ്മൾ ഹാള് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് ഈ സീരിയസ് ആയിട്ട് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഈ മറ്റേ ഷോപ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ സാധനം വെച്ചു. രാവിലെ 10 തൊട്ട് രാത്രി 12 വരെ പടം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോൾ അതിന് മുമ്പിൽ കുറേ സീറ്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്നിരിക്കാം, കാണാൻ പോവാം. അത് കഴിഞ്ഞിട്ട് അവരുടെ സാധനം മേടിച്ചിട്ട് പോവാം. അതിങ്ങനെ സിനിമ എത്തും ആൾക്കാരിലേക്ക്. അങ്ങനെ അന്ന് ഈ യൂട്യൂബിൽ അത്ര ഫേമസ് അല്ല. അങ്ങനെ ആ സിനിമകളുടെ ഫെസ്റ്റിവലിൽ തുടങ്ങിയതാണത്. പിന്നീട് നമ്മൾ 2016 ആയപ്പോൾ ഞങ്ങൾ അന്ന് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പടം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ രാജ്യത്തു നിന്നും പുറത്തുനിന്ന് വന്നായിരുന്നു. അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയൊരു ഫെസ്റ്റിവലായിരുന്നു. 10-60ഓളം ഇൻ്റേൺഷിപ്പിലുള്ള പിള്ളേരാണ് ഇവിടെയുള്ള ഫിലിം സ്കൂളിലല്ല. അവരെല്ലാം വന്ന് ഞങ്ങൾ ആ 16 ആയപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറുക.